നമസ്കാരം കൂട്ടുകാരെ, ചെടികളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ജമന്തിപ്പൂക്കൾ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെടി സംരക്ഷണം, വളപ്രയോഗം, രോഗകീട നിയന്ത്രണം, പൂക്കൾ നിറയെ വിരിയാനുള്ള ടിപ്പുകൾ തുടങ്ങിയ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യലാണ്. അടീനിയ മനോഹരമായ ചെടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അടീനിയം വാങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇല മഞ്ഞയായി പോകാറുണ്ട്, കൊമ്പുകൾ ചീയുന്നു, പൂക്കൾ കുറയുന്നു, അല്ലെങ്കിൽ ചെടി തന്നെ നശിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അടീനിയം എന്ന് പറയുന്ന ഒരു മരുഭൂമി സ്വദേശിയായ സക്യുലൻറ്റ് പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അധികവും വെള്ളവും വെള്ളക്കെട്ടും ഒക്കെ ചെടിക്ക് സഹിക്കത്തില്ല. അതുകൊണ്ട് ശരിയായ പോട്ടി മിക്സ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ശരിയായിട്ടുള്ള വളപ്രയോഗം എല്ലാം നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ പൂക്കൾ അത്ര തന്നെ വരത്തില്ല. അപ്പോൾ ഈ വീഡിയോയിൽ അടീനിയത്തിൻ്റെ ശരിയായ പരിചരണം, പോട്ടി മിക്സ്, നനയ്ക്കുന്ന രീതി, വളങ്ങൾ, പ്രൂണിങ്, അങ്ങനെയുള്ള രോഗനിയന്ത്രണ കീടങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു A to Z കാര്യങ്ങൾ അടീനിയത്തിൻ്റെത് പറയാനുള്ള വീഡിയോ ആണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ ആദ്യം തന്നെ പറയാം, അടീനിയ ഒരു മരുഭൂമി സ്വദേശിയായ സക്യുലൻ്റ് ചെടിയാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ. എപ്പോഴും നനവുള്ള വെള്ളമാണ് എങ്കിൽ വേര് ചെയ്യലിന് കാരണവും. പിന്നെ പോട്ട് മിക്സിൽ ഉമ്മി നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോവും. അടീനിയത്തിന് എഫക്റ്റീവാണ് ഉമ്മി. ഉമ്മി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. 30 രൂപയാണ് പാക്കറ്റിന്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ തെറ്റായൊരു ഇൻഫർമേഷനാണ്, വലിയ ചട്ടിയിലാക്കിയാൽ വലിയ ചെടിയാവും, വലിയ കോഡക്സ് വരുന്നത്. തെറ്റാണത്. വളരെ വലിയ ചട്ടിയിൽ കൂടുതൽ നേരം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ചെടിയുടെ ആരോഗ്യം വളരെ മോശമാവുക, വേര് ചെയ്യാൻ സാധ്യതയുണ്ട്. ചെറിയ ചട്ടിയിൽ നിന്ന് റിപ്പോർട്ട് 3-4 വർഷം കൂടുമ്പോൾ ചെയ്യുമ്പോഴാണ് നല്ല വലിയ കോഡക്സും നല്ല ഭംഗിയുള്ള കോഡക്സും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറിയ ചട്ടി തൊട്ടടുത്ത സൈസ് അങ്ങനെ ആക്കാൻ നോക്കുക. പിന്നെ തണലിൽ വെച്ചാൽ നന്നായി പൂക്കുന്ന പല വീഡിയോകളിലും പറയുന്നുണ്ട്. പൊട്ടത്തെറ്റാണ്. മഴക്കാലത്ത് തീരെ പൂക്കൾ വരില്ല. 6 മുതൽ 8 മണിക്കൂർ തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശമാണ് ചെടിക്ക് വേണ്ടത് കേട്ടോ. പിന്നെ ഏറ്റവും തെറ്റായ ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, വളം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പൂക്കൾ വരുന്നു അല്ല. അടീനിയത്തിന് ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് വളം പോലും അത്ര തന്നെ എഫക്റ്റീവ് അല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് കെമിക്കൽ വളം കൊടുത്താൽ മാത്രമാണ് നിറഞ്ഞ് പൂക്കൾ വരിക. നമ്മുടെ കയ്യിൽ മിറാക്കിൾ 20യും പിന്നെ NPK എല്ലാം അവൈലബിൾ ആണ് കേട്ടോ, പൂക്കൾ നിറയെ വരാനുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൂക്കൾ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്യാനുള്ള ലിക്വിഡ്സാണ് ആളുകൾ വാങ്ങുന്നത്. അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വളം കൊടുത്താൽ മാത്രമേ പൂക്കൾ നിറയെ വരുള്ളൂ. മഴ കൊള്ളുന്നത് പ്രശ്നമില്ല എന്ന് പറയാറുണ്ട്. അടിഞ്ഞ മഴ വരികയും നിങ്ങളുടെ ഡ്രൈനേജ് ഹോൾ ക്ലിയർ അല്ല എങ്കിൽ നിങ്ങളുടെ ചെടി ചീഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വെള്ളക്കെട്ട് കാരണം ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആണെങ്കിൽ മഴ കൊണ്ടാലും വലിയ കുഴപ്പമില്ല കേട്ടോ. വരുന്ന അതേ സ്പീഡിൽ വെള്ളം ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെടി സർവൈവ് ചെയ്യുള്ളൂ. പിന്നെ കോക്കോപീറ്റ് മാത്രം മതി ചെടിക്കുന്ന ഒരുപാട് വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അടീനിയത്തിന് കോക്കോപീറ്റ് അത്ര എഫക്റ്റീവ് അല്ല. അടീനിയത്തിന് വേഗം വെള്ളം പുറത്തേക്ക് പോകുന്ന ഒരു പോട്ട് മിക്സാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഉമ്മി വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ പോട്ട് മിക്സിലിടുന്നത് വളരെ നല്ലതാണ്. എന്തെന്ന് വെച്ചാൽ ഡ്രൈനേജ് ഹോള് മെച്ചപ്പെടുത്തു. ഉമ്മി പോട്ട് മിക്സിലിട്ടാൽ വെള്ളം വേഗം തന്നെ ഇറങ്ങിപ്പോവുകയും ഒരിക്കലും കട്ട പിടിക്കത്തില്ല മണ്ണ്. അതുകൊണ്ട് കോക്കോപീറ്റ് എഫക്റ്റീവ് അല്ല കേട്ടോ. കറക്റ്റായിട്ട് ഫംഗസിനും പെസ്റ്റിനും മറ്റ് റോസ്, ബോഗൺവില്ല, എന്താ പറയുക, ഓർക്കിഡ് അങ്ങനെയുള്ള ചെടികളെക്കാളും വളരെ ശക്തമായ രീതിയിൽ പെസ്റ്റ് കൺട്രോളും ഫംഗിസൈഡും കൃത്യമായി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ മാജിക്കും സാഫൂടി മിക്സ് ചെയ്ത് എല്ലാ മാസവും 1-2 വട്ടം അടിക്കണം. അതേപോലെ തന്നെ പെസ്റ്റിന് ബിഗ് ബോസോ നീമോയിലോ കൃത്യമായിട്ട് അടിച്ചാൽ മാത്രമാണ് അടീനിയ സർവൈവ് ചെയ്യുക. ഈ പറയുന്ന എല്ലാ പ്രോഡക്ട്സും പോട്ടി മിക്സും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ 4 വർഷമായ അടീനിയം ചെടികളും 4-4.5 വർഷമായ അടീനിയം ചെടികളും 60 രൂപയുടെ അടീനിയം ചെടികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെടികൾക്ക് എന്തെങ്കിലും അസുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അതിനുള്ള മെഡിസിൻ, ഫംഗിസൈഡ് ആണെങ്കിൽ ഫംഗിസൈഡ്, പെസ്റ്റ് കൺട്രോൾ ആണെങ്കിൽ പെസ്റ്റ് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ചെടി സൂപ്പറായിട്ട് വരുന്നത്. ശരിക്കും റോക്ക് ഫോസ്ഫേറ്റ് ഇപ്പോൾ ഒരുപാട് പേര് അടീനിയത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വേരുകളുടെ വളർച്ചയ്ക്ക് റോക്ക് ഫോസ്ഫേറ്റ് സൂപ്പറാണ്. നമ്മുടെ കയ്യിൽ റോക്ക് ഫോസ്ഫേറ്റ് ഉണ്ട് കേട്ടോ. അടീനിയത്തിന് വേണ്ടി അത് കൊടുക്കാൻ എഫക്റ്റീവാണ്. മണ്ണിന് ഒരു നല്ലൊരു മണ്ണാക്കി മാറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ റോക്ക് ഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം അത് നിർബന്ധമില്ല, എന്നിരുന്നാലും ഒരുപാട് പേര് ഇപ്പോൾ അത് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വീഡിയോകളിലൊക്കെ കണ്ടിട്ടായിരിക്കും.
പക്ഷേ എനിക്ക് അതിനേക്കാളും ഫാക്ടം ഫോസ് പൊട്ടാഷ്യം ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഫോസ്ഫറസ് നിറയെ അടങ്ങിയിട്ടുണ്ട് ഫാക്ടം ഫോസിൽ. അപ്പോൾ പുതിയ വേരുകൾ രൂപപ്പെടുത്താനും ചെടി ഒന്ന് ശക്തമാവാനും ഒക്കെ ഫോസ്ഫറസ് വളരെ എഫക്റ്റീവാണ്. പൂമൊട്ടുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഫാക്ടം ഫോസ് ചെടി നട്ട് ഒന്ന് ചെടിയൊക്കെ പിടിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ ഫാക്ടം ഫോസ് കൊടുക്കാവുന്നതാണ്. അപ്പം ഫാക്ടം ഫോസ് പൊട്ടാഷ്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ ചെടിക്ക് നല്ലതല്ല. അളവ് കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇടവേളകൾ ഒരു 10 ദിവസം ഇടവിടാതെ ഫാക്ടം ഫോസ് പൊട്ടാഷ്യം ഒന്നും കൊടുക്കരുത്. പക്ഷേ വേരിൻ്റെ വളർച്ചയ്ക്കും പൂമൊട്ടുകൾ പെട്ടെന്ന് വരാനും ഫാക്ടം ഫോസ് നല്ലൊരു സപ്ലിമെൻ്റാണ്. ഫാക്ടം ഫോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് പൊട്ടാഷ്യാണ്. പൂക്കളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും നല്ല കളറ് ഡാർക്ക് കളറ് പൂ കിട്ടാനും പൂക്കളുടെ കരുത്ത് കുറച്ച് വരാനും ഒക്കെ നമുക്ക് പൊട്ടാഷ്യം കൊടുക്കാവുന്നതാണ്. പിന്നെ പൊട്ടാഷ് നമ്മൾ കൊടുക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ പൂക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോഷകം എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടാഷ് തന്നെയാണ്. പക്ഷേ പൊട്ടാഷൊക്കെ ഒരിക്കലും ഡയറക്റ്റ് മണ്ണിലേക്ക് ഇടരുത്. വെള്ളത്തിൽ മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചാണ് അമോണിയം ഫോസ്ഫേറ്റ് DAP. അത് വളരെ എഫക്റ്റീവാണ്. നൈട്രജനും ഫോസ്ഫറസും നൽകുന്നുണ്ട് നമ്മുടെ ചെടിക്ക്. അത് വളർച്ചയ്ക്ക് സഹായിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് DAP. പക്ഷേ അധികമായി ഉപയോഗിച്ചാൽ വേരുകൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ വളരെ ചെറിയ അളവിൽ ഏത് വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കുക. പിന്നെ 10 ദിവസം ഇടവിട്ടിട്ടേ അങ്ങനെ ചെയ്യാവുള്ളൂ. പിന്നെ പൂക്കൾ നിറയുണ്ടാകുക NPK വളരെ എഫക്റ്റീവാണ്. 19 18 ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പൊതുവായ ചെടിയുടെ വളർച്ചയ്ക്കും പൂമുട്ടുകൾ പെട്ടെന്ന് വരാനും പൂക്കുന്ന സമയത്ത് നല്ല പൂക്കളാവാനും ഒക്കെ NPK വളരെ എഫക്റ്റീവാണ്. പിന്നെ മിറാക്കിൾ 20, മിറാക്കിൾ ഗ്രോ ഒക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇലകളുടെയും ചെടികളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്കാണ് മിറാക്കിൾ ഗ്രോ ഒക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി കുറച്ചുകൂടി ഹെൽത്തി നല്ല ആയിരിക്കും. അപ്പോൾ മിറാക്കിൾ ഗ്രോ ചെടിയുടെ വളർച്ചയ്ക്കും മിറാക്കിൾ 20 പൂക്കൾ വരാൻ വേണ്ടി ഇലകളിലേക്കും തണ്ടിലേക്കും സ്പ്രേ അടിക്കാനുള്ളതാണ്. പക്ഷേ NPK ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. വളർച്ചയ്ക്കും പൂക്കളിനും ഒരുപോലെ പിന്തുണയ്ക്കുന്നതാണ് NPK. പിന്നെ പൂക്കൾക്ക് മാത്രമാണെങ്കിൽ ലിക്വിഡും പൗഡറും ഒക്കെ നഴ്സറിക്കാർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മികച്ച വളം ഏതാന്നൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ NPK ആണ് ഏറ്റവും കൂടുതൽ പറയാം. പിന്നെ പൊട്ടാഷ്യം ഫാക്ടം ഫോസ് ഇടവിട്ട് കൊടുക്കുന്നതും വളരെ ഫലപ്രദമാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇലകളിലേക്ക് തണ്ടുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് വല്ലപ്പോഴും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ഇത്. പിന്നെ പോട്ടി മിക്സ് ബെസ്റ്റ് ആണെങ്കിലാണ് നമ്മുടെ ചെടി ഏറ്റവും അടിപൊളിയായി വരുന്നത്. അപ്പോൾ ഉമി മണ്ണ് കൂടുതൽ അയവുള്ളതാക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഉമി പോട്ടി മിക്സിൽ ഇടാറുണ്ട്. ഡ്രൈനേജ് ഹോൾ മെച്ചപ്പെടുത്താനും ഉമി ഫലപ്രദമാണ്. അതേപോലെ വേരുകൾക്ക് വായു ലഭിക്കാനും ഉമി വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഉമി നേരിട്ട് കൂടുതലായി ചേർക്കരുത്. വളരെ കുറഞ്ഞ അളവിൽ പോട്ടി മിക്സിൽ ഉമി ആഡ് ചെയ്താൽ നമ്മുടെ ചെടി സൂപ്പറായി വരും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അഡീനിയം നല്ലൊരു പോട്ടി മിക്സിൽ നല്ല വെയിലൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം കൊടുത്ത് കൃത്യമായ പൊട്ടാഷ്യം ഫാക്ടം ഫോസ് NPK സ്പ്രേകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. കൂടുതൽ പൂക്കൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൃത്യമായി കെമിക്കൽ വളങ്ങൾ തന്നെ ഉപയോഗിക്കണം. അതേപോലെ പെസ്റ്റിനും ഫംഗിസൈഡിനും ഒക്കെ വീട്ടിലുള്ള ഓർഗാനിക് കാര്യങ്ങളൊന്നും വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. കെമിക്കൽ പ്രോഡക്ട്സ് തന്നെയാണ് ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. പക്ഷേ അതാത് അസുഖങ്ങൾക്ക് അതാത് മരുന്നുകൾ തന്നെ കൊടുക്കുക. ഫാക്ടം ഫോസ് പൊട്ടാഷ്യം DAP ഒക്കെയാണ് പൂക്കാൻ. പിന്നെ പെസ്റ്റ് കൺട്രോളിന് ബിഗ് ബോസ് നീം ഓയിലാണ്. മാജിക്കും പാഫും ഒക്കെയാണ് ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.